ലൈവിലാകെ മൊത്തം അംഗം വെട്ടായിരുന്നു. ഫസ്റ്റ് നൈറ്റ് തന്നെ അംഗം വെട്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ആ ബാഡ്ജിന് വേണ്ടി നിലത്ത് കിടന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും ഉരുണ്ട് മറിയുന്ന കാഴ്ച. ഒരു ബാഡ്ജ് നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് ആരുടെ ആണ് എന്നുള്ളതിൽ വ്യക്തതയില്ല. പിന്നെ കണ്ടത് ഈ ഒരു ഉരുണ്ട് മറിയലാണ്. ഒരു 5-10 മിനിറ്റോളം ഇതിങ്ങനെ കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചു. ഇത് തീരുന്നില്ല. ഈ സ്ത്രീ മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ഇങ്ങനെ കിടന്നങ്ങ് മൽപ്പിടുത്തം പിടിക്കുകയാണ്. വിളിപ്പിച്ചത് എന്തിനാണെന്നല്ലേ? സ്റ്റാർ ബാഡ്ജിന്റെ ഉപയോഗം താൽക്കാലികമായി നിർത്തലാക്കാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു എന്ന് ബിഗ് ബോസ് പറയും എല്ലാവരോടും. ബിഗ് ബോസ് പറയാതെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ രാത്രി നീയൊക്കെ ഇവിടെ കിടന്ന് എന്തെങ്കിലും കൊള്ള ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ടാസ്ക് നിർത്തി വേഗം കിടന്ന് ഉറങ്ങിക്കോ എന്നാണ് ബിഗ് ബോസ് പറയാതെ പറഞ്ഞത്. മൈക്കിന് നാശനഷ്ടം ഉണ്ടായ ഒരു മൽപ്പിടുത്തം എന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് ഇടപെട്ട ആ ഒരു ടാസ്ക് നിർത്തലാക്കും. 50 ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും ചില സീസണിലുള്ള നമ്മൾ കാണാത്ത ലെവലിലുള്ള ഒരു മൽപ്പിടുത്തമാണ് ഇത്ര നേരം ഞാൻ ലൈവിൽ കണ്ടത്. എന്തായാലും ടാസ്ക് താൽക്കാലികമായി നിർത്തിവെച്ചു. കൂടുതൽ എന്തെങ്കിലും ലൈവിൽ ഉണ്ടായാൽ ഞാൻ നിങ്ങളെ തീർച്ചയായും അറിയിക്കാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.